സാർ ഈ മഹാകുംഭമേള നടക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ജനുവരിയിലാണ്, പ്രയാഗ്രാജിലാണ്, ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടക്കും. ഈ കുംഭമേളയിലേക്ക് യോഗിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തുകയാണെങ്കിൽ തീർക്കുമെന്നാണ് ഭീഷണി വന്നിട്ടുള്ളത്. സിഖുകാരാണ് അല്ലെങ്കിൽ സിഖ് തീവ്രവാദികളാണ് ഈ ഭീഷണിക്ക് പിന്നിൽ. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ജനുവരി 14, ജനുവരി 29 ഈ 2 ദിവസങ്ങൾ കുംഭമേളയിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഈ കുംഭമേള എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രയാഗ്രാജിലാണ് നടക്കുന്നത്. പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയ്ക്ക് 10 കോടി ആളുകൾ പങ്കെടുക്കും എന്നാണ് കരുതപ്പെടുന്നത്. കുറഞ്ഞത്, അത് കൂടിയതേ ഉള്ളൂ. അതിന് അതിവിപുലമായ സന്നാഹങ്ങളാണ് ഉത്തർപ്രദേശ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഷഹി സ്നാൻ എന്ന് പറയും. അതിൻ്റെ സ്നാനം, കുംഭമേളയ്ക്ക് പോയി സ്നാനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും. അതിന് ഷഹി സ്നാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ചാനലിൽ ജൂനാഗാഡയുടെ സാധു ആനന്ദവനം വന്നിട്ട് കുംഭമേളയെക്കുറിച്ച് വളരെ വിശദമായി ABC ചാനലിൽ പറഞ്ഞിരുന്നു. അത് കേട്ടവർക്കറിയാം, കേൾക്കാത്തവർ ഒന്ന് പുറകോട്ട് പോയാൽ ആ വീഡിയോകൾ വീണ്ടും കാണാവുന്നതാണ്. അപ്പോൾ ഏതായാലും ഷഹി സ്നാൻ നടക്കുന്ന ദിവസങ്ങളിൽ ഉറപ്പായും പ്രധാനമന്ത്രി ഉണ്ടാവും, യോഗിയും ഉണ്ടാവും. ആ ദിവസം അവിടെ എത്തിയാൽ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിൻ്റെയും അവസാനത്തെ കുംഭമേള ആയിരിക്കുമെന്ന് സിഖ്സ് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞ സംഘടന, SFJ, അത് അമേരിക്കയിലെ സംഘടനയാണ്. അമേരിക്കയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അല്ല, നമ്മൾ ഇന്ത്യ നിരോധിച്ചിട്ടുള്ള തീവ്രവാദ സംഘടന ഇന്ത്യയിലുണ്ട്. പക്ഷേ അതിൻ്റെ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ അമേരിക്കയിലാണ്. അതിൻ്റെ നേതാവിൻ്റെ പേര് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം, ഗുർപത് വന്ത് പന്വൻ. ഈ പന്വനെ നിസ്സാര പുള്ളിയൊന്നുമല്ല. പന്വനെ അമേരിക്കയിൽ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു, ഇന്ത്യ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് ആര് പറയുന്നു? അമേരിക്ക ഒഫീഷ്യലി പറയാണ്. ഇന്ത്യയുടെ റോ ഏജൻ്റായ യാദവ് അവിടെ എത്തി ഒരു നിഖിൽ ഗുപ്ത എന്ന ഒരാൾ വഴി, ഇടനിലക്കാരൻ വഴി 2 കില്ലർമാരെ ഏൽപ്പിച്ചു. ഈ കില്ലർ എന്ന് പറയുന്ന ആൾ, കില്ലറെ ഏൽപ്പിക്കാൻ വഴി ഇടനിലക്കാരനോട്, നിഖിൽ ഗുപ്ത ഇടനിലക്കാരനായി, അയാൾ പ്രാഗ് ജയിലിലാണ് ഇപ്പോൾ. നിഖിൽ ഗുപ്ത ഒരു ഇടനിലക്കാരനെ കൊണ്ടുവന്നു. ഈ ഇടനിലക്കാരൻ ഒരു ഹിറ്റ്മാനെ കണ്ടെത്തി എന്നൊക്കെയാണ് കേസ്. പക്ഷേ ഇടനിലക്കാരൻ എന്ന് പറയുന്ന ആൾ അമേരിക്കയിൽ മയക്കുമരുന്നൊക്കെ കണ്ടെത്താനുള്ള അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ചാരനായിരുന്നു. അയാളുടെ അടുത്താണ് യാദവ് നിഖിൽ ഗുപ്ത വഴി എത്തി $1.5 ലക്ഷം കൊടുത്തു. അങ്ങനെ കൊടുത്തു, സംസാരിച്ചിട്ട് ഈ മയക്കുമരുന്ന് എൻഫോഴ്സ്മെൻറ്റ് തടയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയുടെ ആളായ അയാൾ ഒരു കൊലയാളി എന്ന തരത്തിൽ ഒരാളെ കൊണ്ട് നിഖിൽ ഗുപ്ത വഴി യാദവിൻ്റെ അടുത്ത് എത്തിച്ചു. പക്ഷേ അയാൾ FBI ഏജൻ്റായിരുന്നു. അപ്പോൾ കിടുവ പിടിച്ചു എന്ന് പറഞ്ഞ പോലെ റോ നടത്തിയ ഓപ്പറേഷൻ പരാജയപ്പെട്ടു എന്നാണ് അമേരിക്ക പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇയാൾ റോ ഏജൻ്റാണ് യാദവ് എന്ന് പറഞ്ഞ് അയാളുടെ ഫോട്ടോ വെച്ചിട്ട് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുകയാണ്, അതായത് ഈ അമേരിക്കൻ FBI. അപ്പോൾ ഇതിനകത്ത് തമാശ എന്ന് പറയുന്നത്, തമാശയല്ല വസ്തുത, തമാശയായിട്ടും കാണാം. CRPFൻ്റെ കമാൻഡോ ആയിരുന്നു യാദവ് ഡെപ്യൂട്ടേഷനിൽ പോയിരിക്കുകയാണ്. യാദവ് എവിടെയാണെന്ന് അറിയില്ല വീട്ടുകാർ പറയുന്നത്. റോയിലാണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, CRPFകാരനാണെന്നറിയാം. റോ, CBI, IB തുടങ്ങിയുള്ള ഏജൻസികളിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് അല്ലാതെ മറ്റ് സേനകളിൽ നിന്ന്, സൈന്യത്തിൽ നിന്ന്, മറ്റ് ഫോഴ്സുകളിൽ നിന്ന്, പോലീസിൽ നിന്ന് പോലും ആളുകളെ ഡെപ്യൂട്ടേഷനിൽ പോകും. അങ്ങനെ CRPFിൽ നിന്ന് പോയ ആളാണ് യാദവ്. അപ്പോൾ യാദവിനെ വിട്ടുകിട്ടണം എന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. പക്ഷേ ഇന്ത്യ പറഞ്ഞു വിട്ടുകിട്ടാം, പക്ഷേ ഇപ്പോൾ യാദവ് ജയിലിലാണ്. യാദവ് ഒരാളെ പിടിച്ചുകൊണ്ട് പോയി, യാദവും കൂട്ടുകാരനും കൂടെ ഒരാളെ പിടിച്ചുകൊണ്ട് പോയി അവൻ്റെ സ്വർണ്ണമാല തട്ടിയെടുത്തു എന്ന് പറഞ്ഞൊരു കേസുണ്ട്. ആ കേസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്നാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ്. അല്ല, യാദവിനെ പോലെ റോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ ഓഫീസർ വഴിയെ പോയ ഒരുത്തനെ പിടിച്ച് തട്ടിക്കൊണ്ട് മാരുതി വാനെ കയറ്റിക്കൊണ്ടുപോയി അവൻ്റെ സ്വർണ്ണമാല അടിച്ചെടുത്തു എന്നൊക്കെ ഒരു കേസൊക്കെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഞാനതിന് ഉത്തരം പറയത്തില്ല. ഏതായാലും നിയമപരമായി അമേരിക്ക വരുമെന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യൻ കോടതിയിൽ വിചാരണ നേടുന്ന പ്രതിയാണ്. ചിലപ്പോൾ കീഴ്ക്കോടതി ചിലപ്പോൾ അയാളെ ശിക്ഷിക്കും. കീഴ്ക്കോടതി ശിക്ഷിച്ചാൽ അയാൾ മേൽക്കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചാൽ അപ്പീൽ പോവും. അവിടെ ശിക്ഷിച്ചാൽ അതിൻ്റെ മുകളിൽ അപ്പീൽ പോവും. അപ്പോൾ ഹൈക്കോടതിയിലെത്തും. ഹൈക്കോടതി ശിക്ഷിച്ചാൽ പിന്നെ സുപ്രീം കോടതിയിലെത്തും. അങ്ങനെ വരുമ്പോൾ ഒരു 25 വർഷം കഴിയും. അതെ. അപ്പോൾ അമേരിക്ക FBI ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചാൽ അവിടെ കിടക്കും. അപ്പോൾ അത് ഞാൻ ഈ സംഭവം പറഞ്ഞത്, അപ്പോൾ ഗുർപത് വന്ത് പന്വൻ, ഞാൻ പന്നൻ എന്ന് പറയുന്നതാണ്. ആ പന്വൻ എന്ന് പറയുന്ന ഈ പന്നനെ കൊല്ലാൻ വേണ്ടി റോ ശ്രമിച്ചു എന്നാണ് അമേരിക്ക ആക്ഷേപിക്കുന്നത്, FBI ആരോപിക്കുന്നത്. അപ്പോൾ പന്വൻ ഒരു ചെറിയ പുലിയല്ല. പക്ഷെ പന്വൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ തള്ളുന്നതായിരുന്നു. കഴിഞ്ഞ നവംബർ മാസത്തിൽ ആരും ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനങ്ങളിൽ സഞ്ചരിക്കരുത്, വിമാനം എല്ലാം തകർക്കും എന്ന് ഇയാൾ പറഞ്ഞിരുന്നു. ഭീഷണി ഉണ്ടായിരുന്നു. പിന്നെ 2000 ICC വേൾഡ് കപ്പ് അഹമ്മദാബാദിൽ നടക്കുമ്പോഴത്തേക്ക് സ്റ്റേഡിയത്തിൽ ബോംബ് വെക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഒരു ബോംബും പൊട്ടിയില്ല. കഴിഞ്ഞ ജനുവരി 26 റിപ്പബ്ലിക് ദിന പരേഡിൽ
നരേന്ദ്രമോദി എത്തുമ്പോൾ ബോംബ് സ്ഫോടനം നടത്തി മോദിയെ കൊല്ലുമെന്ന് പറഞ്ഞത് ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഇതൊരു ഗുരുതരമായ ഭീഷണിയാണ്. ഭീഷണിക്ക് കാരണം പറയുന്നത് ഞങ്ങളുടെ 3 ചെറുപ്പക്കാരെ കൊന്നു, യോഗിയുടെ പോലീസ് കൊന്നു എന്നാണ്. അതൊരു രസകരമായ സംഭവമാണ്. അതായത് സിഖ് തീവ്രവാദികളെ UP പോലീസ് വെടിവെച്ചു കൊന്നു. കൊല്ലപ്പെട്ട ആളുകളുടെ പേര് ഗുർവിന്ദർ സിംഗ്, വീരേന്ദർ സിംഗ്, ജസൻപ്രീത് സിംഗ്. ജസൻപ്രീത് സിംഗിന് 18 വയസ്സേ ഉള്ളൂ. അവൻ ജോലി അന്വേഷിച്ച് പോയിരിക്കുകയാണെന്നാണ് വീട്ടുകാർ പറയുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഇവരവിടെ നിരന്തരം ഖാലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ് എന്ന് പറഞ്ഞ് നിരോധിതമായ ഒരു സംഘടനയുണ്ട്. അത് ഇന്ത്യ സർക്കാർ UAPA പോലെ നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രവർത്തകർ പഞ്ചാബിൽ വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളിൽ ആക്രമിക്കുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലാം ഗ്രനേഡ് എറിയുക. വെറുതെ ചുമ്മാ കളിയൊന്നുമില്ല. ഗ്രനേഡ് എറിയുക എന്ന് പറഞ്ഞാൽ ഗ്രനേഡ് എറിഞ്ഞതേ ഉള്ളൂ പറഞ്ഞിട്ട് പോലും ആരും മരിച്ചില്ലെങ്കിൽ പോലും പരിക്കേൽക്കുന്ന ആളുകൾക്ക് കൈയും കാലും ഒക്കെ നഷ്ടപ്പെടും. അങ്ങനെ 8 പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ച കേസിലെ പ്രതിയാണ് ഈ 3 പേര്. ഇവരെന്നിട്ട് എന്ത് ചെയ്തു? ഈ അവസാനത്തെ ആക്രമണം, അതായത് ബദ്ല ബങ്കർ എന്ന് പറയുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഔട്ട് പോസ്റ്റിലേക്ക് ബോംബ് എറിഞ്ഞിട്ട് ഗ്രനേഡ് എറിഞ്ഞിട്ട് ഇവന്മാർ നേരെ പഞ്ചാബിൽ നിന്ന് UPയിലേക്ക് മുങ്ങി. UPയിൽ പിലിഭട്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പിലിഭട്ടിൽ സിഖുകാർ കൂടുതലുള്ള സ്ഥലമാണ്. അവിടെ വന്ന് ഇവർ ഒളിവിൽ കഴിയുകയാണ്. സിഖുകാരുള്ള അവിടെ ഒളിവിൽ കഴിയുന്നത്. അങ്ങോട്ട് കടന്നിട്ടുണ്ടെന്നും പഞ്ചാബ് പോലീസ് പുലർച്ചെ 4:30 മണിക്ക് പിലിഭത്ത് SP അവിനാഷ് പാണ്ഡേക്ക് പഞ്ചാബ് പോലീസിൻ്റെ മെസ്സേജ് വരുന്നു. സംഭവം നടക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ UPയിലാണ്. UP പോലീസിൻ്റെ ആക്ഷൻ പ്ലാൻ എത്ര ഫാസ്റ്റാണെന്ന് പറഞ്ഞാൽ 4:30 ഫോൺ വരുന്നു, 5 മണിക്ക് പോലീസ് ഇവരെ ട്രേസ് ചെയ്യുന്നു, 6 മണിക്ക് 3 പടിയാവുന്നു. തീർത്തു. 3 തട്ടി എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ UP പോലീസിൻ്റെ വെർഷൻ ഇവന്മാർ 3 പേരും ഒരു ബൈക്കേ പോകുമായിരുന്നു. ഞങ്ങൾ വലിയ നോക്കൂ, ഒരു പിലിഭട്ട് എന്ന് പറയുന്ന ഒരു ജില്ലയിലേക്ക് ഇവർ കടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു ജില്ലയിൽ, ഒരു പഞ്ചായത്തിൻ്റെ ഒരു വാർഡിലല്ല. പഞ്ചാബ് പോലീസ് പറയുന്നത് പിലിഭട്ട് ജില്ലയിലേക്ക് ഇവന്മാർ കടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കിട്ടിയ ഉടനെ ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ് പോകുന്നു, കണ്ടുപിടിക്കുന്നു പറഞ്ഞു. അപ്പോൾ പോലീസ്, നമ്മുടെ പോലീസും വല വിരിച്ചെന്നൊക്കെ പറയുമല്ലോ, ഒരു പുല്ലും നടക്കാറില്ല. പക്ഷേ ഇവിടെ വല വിരിച്ചപ്പോഴത്തേക്ക് കൃത്യ ആളെ കിട്ടി. 4:30 മെസ്സേജ് കിട്ടി, വല വിരിച്ച് 6 മണിക്ക് ഡെഡ് ബോഡി കിട്ടി എന്ന് പറഞ്ഞാൽ വ്യാപകമായി തെരഞ്ഞപ്പോൾ ഇവർ 3 പേര് ഒരു ബൈക്കിൽ പോകുന്നു. ഒരു പോലീസ് ജീപ്പ് പിന്നാലെ പോയി. അപ്പോൾ ഇവർ UP പോലീസിന് നേരെ വെടിവെച്ചു. UP പോലീസിന് നേരെ വെടിവെച്ച് അവരെന്ത് ചെയ്യും? തിരിച്ചു വെടിവെക്കും. അവർ തിരിവെച്ച് ഒരു 3 പടമായി. യുവന്മാരുടെ കയ്യിൽ നിന്ന് 2 AK-47 തോക്കുകൾ, 2 ഗ്ലൂക്ക് പിസ്റ്റൽസ്, വൻതോതിൽ വെടിയുണ്ടകൾ, ഇതെല്ലാം കിട്ടി. അപ്പോൾ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സംഭവത്തിൽ ഞങ്ങൾ നിരപരാധികളായ 3 ചെറുപ്പക്കാരെ, ഞങ്ങളുടെ ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ ഫാസിസ്റ്റ് മോദിയും യോഗിയും ചേർന്ന് കൊന്നു. അതുകൊണ്ട് കുംഭമേളയ്ക്ക് ഷഹീദ് സ്നാനിന് വന്നാൽ ഇനിമേലിൽ ഒരു കുംഭമേളയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് സിഖ് ഫോർ ജസ്റ്റിസിൻ്റെ ഭീഷണി. നമുക്ക് ഈ KZF ഖലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ് എന്ന് പറഞ്ഞ ഈ സംഘടനയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കണം. ഇത് 93 രൂപീകരിച്ചതാണ്. രഞ്ജിത്ത് സിംഗ് അഥവാ നീത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ് ഇതിൻ്റെ നേതാവ്. അയാൾ നിരവധി ബോംബ് സ്ഫോടനങ്ങൾ, ബസ്സുകൾ ബോംബ് വെച്ച് തകർത്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ചിട്ടുണ്ട്. എന്തിന് 91 പത്താൻകോട്ടിൽ ബസ് ബോംബ് വെച്ച് തകർത്ത സംഭവം കൂടാതെ ദേവീന്ദർ ശർമ്മ എന്ന് പറഞ്ഞ DSPയെ വെടിവെച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? പാകിസ്ഥാനിലേക്ക് കടന്നു. ഇപ്പോൾ കറാച്ചിയിലാണ്. പാകിസ്ഥാനാണ് ഈ KZFന് ഫണ്ട് ചെയ്തത്. ഇയാളെ നീതയെ ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി വന്നതിന് ശേഷം സംഘടനകളെ മാത്രമല്ല വ്യക്തികളെയും വേണമെങ്കിൽ ഭീകരനായിട്ട് പ്രഖ്യാപിക്കാമെന്ന് നിയമം മാറ്റിയിട്ടുണ്ട്. ആ നിയമപ്രകാരം ഇപ്പോൾ ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് നീത. നീതയുടെ അനുയായികളാണ് ഈ കൊല്ലപ്പെട്ട 3 പേർ. അവർ ഇപ്പോൾ നീത ഇപ്പോൾ പാകിസ്ഥാനിലെ കറാച്ചിയിലാണ്. ഇപ്പോൾ നമ്മൾ പന്നുവന്നിരിക്കുന്നത് അമേരിക്കയിലാണ്. അപ്പം ഈ നീതയുടെ ഗ്യാങ്ങിൽപ്പെട്ട ആളുകളെ കൊന്നതിൻ്റെ പേരിലാണ് യോഗിയെയും മോദിയെയും തട്ടുമെന്ന് പറഞ്ഞത് ഇയാൾ പന്നുവൻ പറഞ്ഞിരിക്കുന്നത്. അത് പരസ്യമായി വീഡിയോ മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. യോഗിയും മോദിയും 14-നും 29-നും ജനുവരി പ്രയാഗ്രാജിലെത്തും. അത് അവരുടെ ജീവിതത്തിലെ അവസാനത്തെ കുംഭമേള ആയിരിക്കും. അത് ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഇയാൾ പന്നുവിൻ്റെ മുൻകാല അനുഭവങ്ങളൊക്കെ നോക്കുമ്പോൾ വേണമെങ്കിൽ ചുമ്മാ വെടി, ഉണ്ടയില്ല വെടി, ചുമ്മാ ഇവൻ തള്ളു മാസ്റ്ററാന്ന് പറയാം. അതങ്ങനെ നമ്മൾ കരുതാൻ പറ്റില്ല. കാരണം ഒരുപക്ഷെ ഇവരിതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് ഒരു ട്രയലായിരിക്കാം. പിന്നെ കുറേ പ്രാവശ്യമാകുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ ഒരു പണി അങ്ങ് വെക്കും. ഇപ്പോൾ നോക്കൂ, സമീപകാലത്ത് നമ്മുടെ വിമാനത്തിൽ ബോംബ് ഭീഷണി എല്ലാം ഫേക്കായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇനി വരുമ്പോഴത്തേക്ക് ഒരു ബോംബ് ഭീഷണി സന്ദേശം വരുമ്പോൾ ആദ്യം
ഉള്ളതായിരിക്കും, ചുമ്മാ പറ്റിക്കാനായിരിക്കും എന്ന് കരുതി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഏജൻസിയുടെ ഭാഗത്ത് ഒരു ചെറിയ വീഴ്ച വരുമ്പോഴായിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നരേന്ദ്രമോദിയെയും യോഗിയെയും വധിക്കും 2 ദിവസം പറഞ്ഞിട്ട് 14 അല്ലെങ്കിൽ 29 നിങ്ങൾ വന്നാൽ നിങ്ങൾ തിരിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും വരാതിരിക്കത്തില്ല. പോടാ പുല്ലേ പന്ന എന്ന് പറഞ്ഞിട്ട് പന്നിനെ ആട്ടി വിട്ടിട്ട് ഇവർ വന്ന് പങ്കെടുക്കും. പക്ഷേ 10 കോടി ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതിനാണ് ഇപ്പോൾ സുരക്ഷാ ഭീഷണി വന്നിരിക്കുന്നത്. ഏതായാലും ഇവൻ്റെ പിത്തലാട്ടം ഒന്നും നരേന്ദ്രമോദിയോടും യോഗിയോടും ഏക്കാൻ പോകുന്നില്ല. ആ പരിപാടി കുംഭമേള അതുപോലെ തന്നെ നടക്കും. കാരണം യോഗിയാണ് UP ഭരിക്കുന്നത്. യോഗിക്കറിയാം എങ്ങനെ അത് ചെയ്യണമെന്ന്. യോഗി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കൂട്ടായിട്ട് തുണയായിട്ട് കരുത്തായിട്ട് മോദിയുമുണ്ട്. അപ്പോൾ ഏതായാലും തീവ്രവാദികളെ നേരിടുന്ന കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ അവരെ പിടിച്ചു കെട്ടി ജയിലിലിട്ട് ശാപ്പാടം കൊടുത്ത് തടിച്ച് കൊഴുപ്പിച്ച് ഗോവിന്ദസ്വാമിയെ സുന്ദരനാക്കിയതുപോലെയുള്ള നയമൊന്നും യോഗിക്കില്ല. യോഗിയുടെ മുന്നിൽ പെട്ടാൽ പഞ്ചാബ് പോലീസിനെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണല്ലോ UP വന്നത്. തീർച്ചയായും അവിടെ ഉത്തരം ഇത്രയേ ഉള്ളൂ, 3 പേര് 3 വെടിയുണ്ടാകും. അത്രയേ ഉള്ളൂ. ശുഭം.